അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ 21-ാം നോമ്പാട്ടോ. 21-ാം നോമ്പിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളെ ഇമ്മച്ചിൻ്റെ ഇമ്മ വന്നിക്കണം കേട്ടോ നോമ്പ് ഇറക്കാൻ. ഇമ്മച്ചിൻ്റെ അമ്മ നോമ്പായാരെ വന്നിട്ടില്ലേനി കേട്ടോ. അപ്പോൾ ഇന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് ഇറക്കാൻ ഇന്ന് നമുക്ക് ആളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അടുക്കളയിൽ തകൃതിയായ പണിയിലാട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഇത് സമൂസക്കുള്ള ഉള്ളി കേട്ടോ. സമൂസ ഉണ്ടാക്കേണ്ടത് സ്പെഷ്യൽ സമൂസ ഉണ്ട് പൊണ്ണായിട്ട് ഉണ്ടാക്കണത്. ഇതായിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇമ്മാനോട് ചതക്കാൻ പറഞ്ഞതാട്ടോ. അപ്പം അമ്മയ്ക്ക് പച്ചമുളക് ഇട്ടുകാണ്ട് ചതക്കിയത്, അതുകൊണ്ടാണ് ഈ കളറ്. അപ്പോൾ ഇതാക്കണ പൊണ്ണു ചട്ടിയൊക്കെ വെച്ചിക്കണേ. ഉള്ളി വാട്ടലടങ്ങി അത് സമൂസ, ഇത് ചിക്കൻ കറി, ഇത് സമൂസക്കുള്ള പട്ടാണി ഗ്രീൻ പീസും ചിക്കനും വേവിക്കാൻ വെച്ചതാട്ടോ. ഇത് പിന്നെ നമ്മളെ കറിക്കുള്ള തേങ്ങ വെച്ച് അരച്ചൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. എൻ്റെ സ്പെഷ്യലും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ മോമോസ് ആട്ടോ. മോമോസ് അന്ന് ഉണ്ടാക്കി തിന്നല്ലാതെ പിന്നെ ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ ഒരു സാധനം കിട്ടുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാകും, അങ്ങനെ ആയിട്ട് പിന്നെ മോമോസ് ഉണ്ടാക്കിയില്ല. മോമോസ് ഉണ്ടാക്കണം കുറേ ആയിട്ടോ വിചാരിക്കണേ. അന്ന് പൊണ്ണൂരെ കുട്ടികൾ വന്നപ്പോൾ ഉണ്ടാക്കണം കരുതി. പിന്നെ അന്ന് തന്നെ ഞാൻ പോയും ചെയ്തു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയില്ല. പിന്നെ പൊണ്ണും ഉണ്ടാക്കിയില്ല കേട്ടോ. എന്നാ ഒരു നൂലിന്നെ പിടിച്ചാനാക്കിക്കണം കേട്ടോ മകള്. അപ്പോൾ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പത്തിരി കേട്ടോ പിന്നെ ഉള്ളത്. പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ്. അപ്പം നമ്മൾ പണി തുടങ്ങാൻ പോവാണ് കേട്ടോ. അവര് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ പണി നമ്മൾ തുടങ്ങി. 21-ാം നോമ്പ് 21 കേട്ടോ. എൻ്റെ മോമോസക്കുള്ള സാധനം ഉള്ളിയും മല്ലിച്ചപ്പും പിന്നെ ചിക്കനെ വേവിക്കാണ്ട് കേട്ടോ. ഓണാക്കുമ്പോൾ ഉമ്മാനെ കുക്കറായിട്ട് പൂക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി കുരുമുളക് ഉപ്പ് ഇട്ടിട്ടാണ്ട് വേവിക്കണം. ഇതൊക്കെ അരിയും വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തുടങ്ങട്ടെ. അതിൻ്റെ മുന്നേ നമുക്ക് മാവ് ഉണ്ടാക്കണം കേട്ടോ. ഞാൻ മൈദനല്ലേ ഇന്നൊത്തു പറയാനും കിട്ടണില്ല. മൈദന കുഴച്ച് മാവ് ഉണ്ടാക്കണം കേട്ടോ. ഒന്ന് ഐസ ഉമ്മച്ചി ഉള്ളതിനോട് ഐസ എല്ലാത്തിനും ഉമ്മച്ചിനെ ആക്കാം കേട്ടോ. പൊടിച്ചാൻ ഉമ്മച്ചി എന്ന് പറയണ ഉമ്മാൻ്റെ അമ്മ കേട്ടോ. ഉമ്മാൻ്റെ ഉമ്മാനെയാണ് ഐസ എല്ലാത്തിനും ആക്കണം കേട്ടോ. പൊടിച്ചാനും ഇതാക്കാനൊക്കെ ഓളെന്തോ ഒരു കളി നൂല് പൊടിച്ചാനും ഇതിനൊക്കെ ഇമ്മാനെ ഏൽപ്പിച്ചൊക്കെ കേട്ടോ. അപ്പം ഇത് മൈദന കുഴച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂട്ടിക്കാണ്ട് കുഴച്ച് ബോളാക്കി വെക്കട്ടെ കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഒന്ന് വെക്കുക. അപ്പോൾ ഒരു സോഫ്റ്റ് ഉണ്ടായിക്കോളും. അപ്പോൾ അതൊക്കെ കുഴക്കട്ടെ കേട്ടോ. ഉണ്ടായിട്ട് 3 അടുപ്പത്തു സാധനം കേട്ടോ അല്ലേ. എന്നിട്ട് ഉമ്മച്ചി ഇതാ പത്തിരിക്ക് ഉമ്മ തീയൊക്കെ മൂട്ടീന് കേട്ടോ. പത്തിരി വാട്ടാൻ ഉമ്മച്ചി പത്തിരി പണി തുടങ്ങിട്ടോ. ഉമ്മച്ചി പത്തിരി കുഴക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളി ഇതുവരെ അരിഞ്ഞില്ല കേട്ടോ. പൊണ്ണു ഇതാക്കണോളെ സമൂസക്കുള്ള ഒട്ടിക്കാനുള്ള മാവ് മൈദയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓളെ സാധനവും ആയിട്ടോ. അതാ ചിക്കൻ കറി ആയിട്ടോ. ചിക്കൻ കറി ഇതാ തേങ്ങയൊക്കെ ഒഴിച്ച് തേങ്ങയൊക്കെ പറഞ്ഞ് തിളപ്പിച്ച് വെച്ചാണ്. ഇതിൻ്റെ മോമോസൊക്കെയുള്ള ചിക്കനെ വേവിക്കാൻ വെച്ചതാട്ടോ. അതൊന്നും അധികം ഇടാതെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിക്കാണ്ട് ഇത് പൊണ്ണൂൻ്റെ സമൂസക്കുള്ള മസാല കേട്ടോ. സമൂസ പണി ഇതവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പൊണ്ണു തക്കണ സീറ്റ് ഒട്ടി പിടിച്ചു അല്ലേ പൊണ്ണു? ഊരാൻ കിട്ടണല്ല. ഓളയമ്മ മല്ലി കെട്ടാണ്. അപ്പുറത്ത് ഒരാള് സമൂസ ഇതിലുള്ള പട്ടാണി കടലൊക്കെ പൊറുക്കി തിന്നണുണ്ട്. അതാ ഞാൻ പറയുന്ന കേട്ടില്ലേ ഞാൻ കടല തിന്നാണെന്ന്. എൻ്റെ അടുക്കളക്കാകെ വൃത്തികേടായി കിടക്കാട്ടോ. മോറാനൊക്കെ ഉണ്ട്. അപ്പം ഇത് ഇന്ത്യക്കുള്ള സാധനം കേട്ടോ. ഒന്ന് വലിയ ചട്ടി എടുത്തതല്ല, കൊയ്ക്കാൻ കഴിയൂല എഴുതിയിട്ട്. പിന്നെ നമ്മളെ ഉമ്മച്ചി അപ്പുറത്തെ തലക്കല് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മൂത്തെന്താ ഉണ്ടാക്കണേ? പിന്നെ ഉമ്മച്ചിയോ? പിന്നെ ഞാനോ? മൂളി അതിന്റെ പേരെത്തേനി? അവളെല്ലാരും ഉണ്ടാക്കണ പറഞ്ഞുതരാട്ടോ. ഓള് കുപ്പായിട്ടിട്ടില്ല, അതുകൊണ്ട് ഓളെ കാണിച്ചാൻ പറ്റൂല. നോമ്പ് പറ്റണോ? എത്ര 10 നോമ്പ് പറ്റണോ കേട്ടോ എൻ്റെ കുട്ടി. അപ്പൊ ഈ സീറ്റ് ഇങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ. ഈ സീറ്റ് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. ഇത് നമ്മള് പീടിയെന്ന് വാങ്ങിയ പാക്കറ്റ് ഷീറ്റ് ആട്ടോ. അതുകൊണ്ടാ തോന്നുന്നു ഉള്ളി പറിച്ചുമ്പോഴാട്ടോ പൊട്ടുന്നത്. അതിനതാ റെഡി ആയിട്ടോ. ഇന്ത്യക്കുള്ള മൂസ പൊരി തുടങ്ങി. ഓൾഡ് സെറ്റായിട്ടോ കഴിഞ്ഞില്ലേ. ഇവച്ച് ഇതാ പത്തിരി. അപ്പൊ അടുപ്പത്താട്ടോ പൊരിക്കണേ കേട്ടോ. എനിക്ക് മോമോസിന് പത്തിരി ഉണ്ടാക്കിയിരുന്നു. ഞാൻ പത്തിരി ഉണ്ടാക്കിയാണ്ട് ഉരുട്ടി വെക്കുമ്പോൾ ഇത് ഭയങ്കര കട്ടിട്ടോ. അപ്പൊ ഇത്ര കട്ടി വേണ്ട. അപ്പം സമയവും നമുക്കിന്ന് വളരെ കുറവാണ്. അപ്പം വേഗം പൊണ്ണ് പരത്തിരാട്ടോ. ഞാനും ഉണ്ടിയാക്കാൻ പറ്റില്ലേ. അപ്പോൾ പിന്നെ ഇന്ന് സ്പെഷ്യൽ ജ്യൂസാട്ടോ. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായി നിൽക്കുന്നത് ജ്യൂസാണ്. പൈനാപ്പിളും
തേങ്ങയും കൂട്ടിയിട്ടുള്ള ജ്യൂസ് കേട്ടോ. അപ്പോൾ അതാണ് അടിക്കണത്. അടിച്ച് കുടിച്ചോക്കെ കേട്ടോ എങ്ങനെ ഉണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടോ അല്ലേ എന്നിട്ട്. അപ്പോൾ നമ്മളെ ഉമ്മച്ചി അതവിടെ പാത്രം കഴിക്കുന്നുണ്ട്. പൊണ്ണു എനിക്ക് വട്ട ഉണ്ടാക്കിയത്. അപ്പോൾ ഓളെ വട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചെത്തി വെച്ചാൽ അതാണ് കഴിയുമല്ലോ. അപ്പോൾ വേഗം ചെത്താൻ നിന്നതാട്ടോ. രസം ഉണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ഇതുവരെ കുടിച്ചു നോക്കിയിട്ടൊന്നുമില്ല അല്ല പൊണ്ണു. നമ്മളാരും കുടിച്ചു നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ചെത്തിയാണ്ട് നോക്കട്ടെ. ഫോണിൽ എല്ലാവരും രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കുടിച്ചു നോക്കാത്തതിനോട് നമുക്ക് അറിയില്ലല്ലോ രസം ഉണ്ടോ ഇല്ലേന്ന്. ഏതായാലും നമ്മൾ അടിച്ച് കുടിച്ചു നോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഏതായാലും സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് അല്ലേ ഒന്നോ കുടിച്ചിട്ട്. അപ്പം ചെത്തി റെഡിയാക്കാം കേട്ടോ. നമ്മള് മോമോസിന്റെ ഷേപ്പൊക്കെ മാറിക്കണേ. പൊണ്ണുണ്ടാക്കാം കേട്ടോ. അപ്പൊ മോമോസിന്റെ ഷേപ്പൊക്കെ മാറിക്കണേ. നമ്മൾ നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ഫുള്ള് ചട പൊടിയാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല, ഫുള്ള് തിരക്കായിട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ടേബിൾ മേലൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ സമയം വാങ്ങി കൊടുക്കാനായും ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാരക്ക ഉണ്ട്. പിന്നെ അതാ മോമോസ്, അതേപോലെ സമൂസ, ചിക്കൻ സമൂസയാണ് കേട്ടോ. സമൂസ അത് മോമോസൊക്കെയുള്ള സോസ് കേട്ടോ. പിന്നെ ജ്യൂസായിട്ട് ഇതാ നമ്മളെ വെറൈറ്റി ജ്യൂസ് ഇൻസ്റ്റഗ്രാം കണ്ടതാട്ടോ. പൈനാപ്പിളും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ജ്യൂസാണ്. പിന്നെ വത്തക്ക ജ്യൂസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഉമ്മച്ചി പാല് പറന്ന ജ്യൂസ് കുടിക്കൂല. അപ്പോൾ അതിന് പാല് പാരാതെ വത്തക്ക ജ്യൂസ് അടിച്ചു കേട്ടോ. പിന്നെ ചായ ഉണ്ട്. അതേപോലെ ചിക്കൻ കറി, ചിക്കൻ തേങ്ങ അരച്ച കറി കേട്ടോ. ചിക്കൻ കറി, പത്തിരി, ഇത്രയൊക്കെ ആയിട്ടോ നമുക്ക് നോമ്പറക്കാനുള്ളത്. അത്രയൊക്കെയാണ് കേട്ടോ നമുക്ക് നോമ്പറക്കാനുള്ളത്. അപ്പം എന്താണ് നിങ്ങൾക്കൊക്കെ നോമ്പറക്കാനുള്ളതെന്നൊക്കെ കമൻറ്റ് ഇടേണ്ടി. നമുക്ക് അത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഷെമി വന്നിക്കണം കേട്ടോ എന്നെ കൊണ്ടുപോകാൻ. അപ്പോൾ ഇന്ന് ഞാൻ പോവുകയാണ്. നോമ്പറന്നിട്ട് കൊണ്ടുപോകും കേട്ടോ എന്നെ. അപ്പോൾ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് വന്നിക്കണേ. രാത്രി വരും എന്നാണ് പറഞ്ഞിനി കേട്ടോ. നോമ്പറന്നിട്ട് വരും പറഞ്ഞിനി. അപ്പോൾ പിന്നെ നോമ്പറക്കാൻ ഇങ്ങോട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ 21-ാം നോമ്പിൻ്റെ നോമ്പറക്കാനുള്ള സാധനങ്ങൾ ഇത്രയൊക്കെ കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ഇടുക. അപ്പോൾ എന്താണ് നിങ്ങളെ വിശേഷമൊക്കെ? സുഖമാണോ? നമ്മൾ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കണ്. അപ്പോൾ ഉമ്മച്ചി വന്നപ്പോൾ വിരുന്ന് വന്നപ്പോൾ എനിക്ക് പോകാനായിട്ടോ. ഉമ്മച്ചി വന്നാൽ അന്ന് തന്നെ ഞാൻ പോകുക കേട്ടോ. ഞാൻ ഉമ്മച്ചിനോട് ഒന്നോട്ട് വരാൻ പറയണം. ഉമ്മച്ചി ഇന്നാണ് വന്നത്. അപ്പോൾ എനിക്ക് പോകാനുമായിട്ടോ. എൻ്റെ പോക്ക് പ്രതീക്ഷിച്ചിട്ടുമില്ല. ഇന്ന് പോകുന്നു കരുതിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. ടാറ്റാ ബൈ ബൈ.